Hi friends. ഇന്ന് നമ്മൾ മേക്കപ്പിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി കുറച്ച് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഞാനത് പാർട്ടായിട്ടാണ് ഇടുന്നത്. എന്നോട് 2-3 പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മേക്കപ്പിന്റെ വീഡിയോ ഇടാനായിട്ട്. ഞാൻ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം എന്റേതായ രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്താലേ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ അത് സ്കിന്നിലേക്ക് സ്യൂട്ടായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാം. അത് മാത്രമല്ല, നമ്മുടെ ഡെഡ് സ്കിന്നെല്ലാം ഈ ഹെയർസ് റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഡെഡ് സ്കിന്നും കൂടെ പോകാറുണ്ട്. അപ്പോൾ പലർക്കും അതിന്റെ ഇമ്പോർട്ടൻസ് അത്ര അറിയില്ല. നമ്മൾ മാസത്തിൽ 2 തവണയെങ്കിലും ഉറപ്പായിട്ടും ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്തിരിക്കണം എന്നാണ് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത്. ഡെർമറ്റോളജി ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഡോക്ടർ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ അവിടെ ഹോസ്പിറ്റൽ, അതായത് ഇതൊരു ക്ലിനിക് ആണെങ്കിൽ ആ ക്ലിനിക്കിൽ തന്നെ അത് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. ഒരു 1500 ഒക്കെ ആവും ഈ നമ്മുടെ സ്കിന്നിൽ. അത് നമ്മളൊരു ഓക്സിജൻ നമുക്ക് ഫേസിലേക്ക് അവർ കൊടുക്കും. അത് കൊടുത്തുകൊണ്ടാണ് അവർ നമുക്ക് ഇത് റിമൂവ് ചെയ്ത് ഹെയർസ് റിമൂവ് ചെയ്തിട്ട് ആ ഒരു ഓക്സിജൻ കൊടുത്തുകൊണ്ടാണ് അവർ പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ ആയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇതുപോലൊരു റേസർ വാങ്ങുവാണെങ്കിൽ നമുക്ക് ഹെയർസ് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം ഫേസിൽ ഹെയർസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളവര് ഇതുപോലെ ഒരു റേസർ വാങ്ങിയിട്ട് അത് റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതാണ് കേട്ടോ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഹിമാലയയുടെ ഒരു മോയ്സ്ചറൈസിങ് ജെല്ലാണ്. ഇത് നമ്മുടെ അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു കമ്പനിയുടെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചത്. അങ്ങനെയെല്ലാം സെയിം ബ്രാൻഡ് തന്നെയൊന്നും അല്ല ഉപയോഗിക്കുന്നത്. എനിക്ക് ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും പുതിയതായിട്ട് വരുന്നതൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പം ഞാൻ ഇതിപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴും ഹെയർസ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം റിമൂവ് ചെയ്യാനായിട്ട്. ജെല്ലോ മോയ്സ്ചറൈസറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ജെല്ലാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ജെല്ലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു റേസർ വെച്ചിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഈ ഐബ്രോസിന്റെ ആ ഒരു ഭാഗത്തൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ വേറൊരു ഓപ്ഷനും കൂടെ വെച്ചിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. എന്തായാലും ഇത് നമ്മളിപ്പം ഇതുപോലെ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്യുകയാണെങ്കിൽ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും. എന്റെ ഫേസിൽ അധികം ഹെയർ ഇല്ല, പക്ഷെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്കിൽ ഇത് ക്ലിയർ ചെയ്തതാണ്. നമ്മൾ ഇനി ഒരു ടിഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ടാവണം അടുത്ത് തന്നെ. അപ്പോൾ ടിഷ്യൂ കൊണ്ട് അത് റിമൂവ് ചെയ്ത് കൊടുക്കാം. റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതുപോലെ നമ്മുടെ ഈ ഒരു ഭാഗത്തും ഇപ്പുറത്തെ സൈഡിലും ഒക്കെ റിമൂവ് ചെയ്യണം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ചിട്ട് ഈ ഒരു ഭാഗം കൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം മുന്നേ ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് റേസർ വെച്ചിട്ട് ഇത് റിമൂവ് ചെയ്ത ശേഷം സ്കിന്നിൽ ലൈറ്റ് ആയിട്ട് ഈ ജെല്ലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഐബ്രോസ് ആണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർലറിലൊക്കെ യൂസ് ചെയ്യുന്ന ത്രെഡാണ് ഇത്. ഓർഗാനിക്ക എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ത്രെഡാണ്, നല്ല ത്രെഡാണിത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് തന്നെ ഐബ്രോസ് ചെയ്യാൻ പറ്റും. കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, പക്ഷെ എന്നാലും സ്വന്തമായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു ത്രെഡ് ഞാൻ ഈ ഒരു ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണേ. നിങ്ങൾക്കിപ്പം ഏത് ലെങ്ത് ആണോ നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ഒത്തിരി നീളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ശരിയാവാറില്ല, അതുകൊണ്ട് ഞാൻ ചെറിയൊരു ലെങ്ത് ആണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിന്റെ ഈ 2 അറ്റവും നമുക്കൊന്ന് നോട്ടിട്ട് കൊടുക്കാം. ചില സമയത്ത് എവിടെയെങ്കിലും പോകാൻ മേക്കപ്പ് ചെയ്യാനൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ഓർക്കുന്ന അയ്യോ ഐബ്രോസ് എടുത്തില്ലല്ലോ എന്ന്. അപ്പൊ പിന്നെ ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഏതാണ്ട് ഒരു 4 വർഷമൊക്കെ ആയി പാർലറിൽ പോയിട്ട് അങ്ങനെ ത്രെഡ് ചെയ്യാറില്ല. ഫേഷ്യലൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ചെയ്യാറുണ്ട്, പക്ഷെ ത്രെഡ് അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ ഈ വലത് കൈ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 6 ടൈംസ് ട്വിസ്റ്റ് ചെയ്യണം. ഇത് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്.
കണ്ടോ, ഇത് കുറച്ച് പ്രാക്ടീസിന്റെ ആ ഒരു പ്രശ്നമേ വരത്തുള്ളൂ. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും. അപ്പോൾ ഇത് ഇതിപ്പം ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്കിത് കണ്ടോ, ഇത് ഇങ്ങനെ നമുക്ക് ത്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഐബ്രോസിന്റെ ഈ ഒരു മിനിറ്റ് പറയട്ടെ, ഐബ്രോസ് കണ്ടോ, ഇത് ഒന്ന് പൊക്കി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ത്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാവും. ഇനി ഇത് ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞതാ, കാര്യം എല്ലാവരും ഐബ്രോസിൽ റേസർ വെക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ വെക്കുക, ഈ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ അവിടെ ആ ഒരു സ്വന്തമായിട്ട് എല്ലാവരും ത്രെഡ് ചെയ്യുന്ന ഇങ്ങനെ. പണ്ട് ഞാൻ ഓരോരുത്തരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മുടെ വാളിൽ ആണി അടിച്ചിട്ട് അതിനകത്ത് ഈ ഒരു ത്രെഡ് കെട്ടിയിട്ടിട്ട് ചെയ്യുന്നവർ ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്കതൊന്നും അത്ര നല്ലായിരുന്നില്ല. പിന്നെ യൂട്യൂബിലൊക്കെ ഒത്തിരി സെർച്ച് ചെയ്ത ശേഷമാണ് ഇങ്ങനെ ഒരു മെത്തേഡ് കിട്ടിയത്. അപ്പൊ എനിക്കിത് കുറച്ചുകൂടി ഈസിയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ത്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ബ്രഷോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്രഷോ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട്, ഞാൻ ഇതങ്ങനെ അധികം ഉപയോഗിക്കാറില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അത് നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കാം. കോംബ് ചെയ്ത് കൊടുത്തിട്ട് എക്സ്ട്രാ നിൽക്കുന്നത് നമുക്ക് നമ്മുടെ ഈ ഒരു അറ്റം ബെൻഡായിട്ട് നിൽക്കുന്ന സിസേഴ്സ് കിട്ടും. അതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അത് വെച്ചിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ട് ഐബ്രോസ് ശരിയാക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനും അങ്ങനെ ചെയ്യാറ്, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് മേക്കപ്പിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. ബൈ.